സൺഡേ ആണേ, പാട്ട് ക്ലാസ് ഉണ്ട്. സമയം ഇപ്പം 8 മണി കേട്ടോ. എപ്പോഴാ ക്ലാസ്സിക്ക് പോകണ്ട? 1 മണിക്കൂറില്ല. നിങ്ങൾ ഞാൻ ഒരു കാര്യം കാണിച്ചേ. ഇതാണ് എൻ്റെ പുതിയ കിച്ചൺ ഗൈസ്. എങ്ങനെയുണ്ട്? രാത്രിയാണ് വന്നത്. ഇതിനു വേണ്ടി എത്ര നേരം കാത്തിരുന്നു എന്നറിയോ? ഭയങ്കര സന്തോഷം. അടുക്കളയിൽ കയറാനിപ്പോൾ 2 ദിവസത്തേക്ക് നല്ല ഉന്മേഷം ഉണ്ടായിരിക്കും. നമുക്ക് ജെല്ല തുറക്കാട്ടോ. മലയാളമല്ല. മെയിൽ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തട്ടിക്കൂട്ട് വല്ലതും ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാ, പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ പറ്റില്ല. സേമിയ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. കുറേ കാത്തിരുന്ന് മേടിച്ച കേട്ടോ നമ്മുടെ ഈ 3 സംഭവങ്ങൾ. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മീൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അതിൽ മൊത്തത്തിൽ എണ്ണ തെറിച്ചിട്ട് ഒരുമാതിരി വട്ടക്കട പോലെ എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ ആലോചിച്ച് ചിന്തിച്ച് സ്റ്റിക്കർ ബുക്ക് എടുത്തിട്ട് കുറച്ചുകൂടെ മോളിക്കാക്കിട്ടോ. പക്ഷേ എന്നാലും അത് നല്ല ഗ്ലേസിങ് ഒക്കെയുള്ള സംഭവമാണ്. അതുകൊണ്ട് കുറേ പേരുടെ കിച്ചണിൽ ഞാൻ അങ്ങനെ കാണാറുണ്ട് കേട്ടോ, വ്ളോഗിലൊക്കെ. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഇതാണെങ്കിൽ ഭയങ്കര ഇഷ്ടാവും ചെയ്ത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എന്തോ കറിയായ പോലെ തോന്നിയപ്പോൾ എനിക്ക് ആകെ വിഷമമായിട്ടാവും. എന്നിട്ട് ഞാൻ കയറ്റി ആ അറ്റം വരെ കൊണ്ടുപോയി. എന്നാലും എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന സംഭവങ്ങൾ അങ്ങനെ കാണാനും പറ്റണില്ലല്ലോ, കുറച്ച് കയറിപ്പോയില്ലേ, ആ ഒരു വിഷമമുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടാനെ എന്നോട് വിളിച്ച് പറഞ്ഞു, ചേട്ടാ അതിൽ എണ്ണക്കറിയായി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് നന്നായി, എന്തായാലും സോപ്പിട്ട് നല്ലോണം കഴുകിയെടുത്തോളം പറഞ്ഞു. ഇതിപ്പോൾ സോപ്പിട്ട് കഴുകിയെടുക്കാൻ എന്താ ഇത് പാത്രമാണോ? ഞാൻ ചിലപ്പോൾ അവർക്ക് ചെയ്ത് തരുന്നു കേട്ടോ. പക്ഷെ അതിൽ പേപ്പറും കാര്യങ്ങളൊക്കെ പേപ്പർ പോലെ എന്തോ ഉണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ അത് കേടാക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എടുക്കട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞാൽ മെഴുക്കൊക്കെ അങ്ങനെ പൂവായിരിക്കും തുടച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പലരുടെയും കമൻറ്റ് കണ്ടിട്ട് നെഗറ്റീവ് ആണോ എന്താ ഒന്നും മനസ്സിലാവണ്ട, ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം അടുത്ത് ഒരു അരഞ്ഞാണ കേസ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അടുത്ത് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യുക, ടവലും മുഖത്ത് കെട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ കമൻറ്റ് കണ്ടുവരുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ അങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു കമൻറ്റും കൂടെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആ ലിങ്കും കമൻറ്റും പിന്നെ എന്താ ഡിലീറ്റ് ആക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ എൻ്റെ ഫോണിൽ അത് പെട്ടെന്ന് കയറി കിടന്നുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉള്ള വലിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഞാൻ വീട് നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുന്ന ആളാണ്. ചെറിയ രീതിക്ക് ടവലൊന്നും മുഖത്ത് കെട്ടാതെ തോർത്തോ ഒന്നും മുഖത്ത് കെട്ടാതെ എനിക്ക് ശ്വാസം മുട്ടും, അതാട്ടോ പ്രശ്നം. അതുകൊണ്ട് നല്ല രീതിക്ക് ഒരു ക്ലീനിങ് വീഡിയോ ചെറിയ രീതിക്ക് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ ആഡ് ചെയ്യാത്ത കുറേ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ തട്ടിമുട്ടി പോവാറ്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് അധികം മാറാല പൊടി അത് ഇതൊന്നും ഇവിടെ ഇല്ല.
ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ഹോളിലാണ്. അവിടെ ഞാൻ ചെറിയ രീതിക്ക് ഇന്നൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുളിക്കണ്ടേ, പോണ്ടേ, സമയേ എട്ടതി. ഓടിക്കോ. വേഗം വേഗം. സോറി സോറി, എത്ര പ്രാവശ്യമുള്ളത് നീ പറയുന്നത്? അത് ഞാനിതെല്ലാം ശ്രദ്ധിക്കണ്ട. എന്താ അത്? അല്ല പുറത്തേക്ക് നീ പല്ലിൻ്റെ അവിടെയാവൂല. ചൂടുവെള്ളം ഉണ്ടാക്കാൻ സമയമില്ല കണ്ണ. കഴിച്ചിട്ട്
റെഡ് വെള്ളം യെല്ലോ എവിടെ അയ്യോ ഒരു കൊതു 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 അടിക്കട്ടെ അടിക്കട്ടെ തരാം ഞാൻ ഒരു കാര്യം ചെയ്യാം. അയ്യോ കാണാണ്ടോ ആട്ടല്ലേ ആട്ടല്ലേ നോക്കട്ടെ എവിടെ പെൻസില് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 very good good boy ഇനി ABCD എഴുതണം കേട്ടോ അത് മാച്ച് കളഞ്ഞോ ഈ 4 ലൈൻ കോപ്പിയില് ഇവിടെ നീ എഴുതണ്ട ഞാനല്ല ABCD എഴുത് ഇവിടെ എഴുതിപ്പോ ABCDEFG ക്യാപിറ്റൽ ലെറ്റർ കേട്ടോ അമ്മ എഴുതുന്നില്ല നീരവ് എഴുതണം ഒറ്റയ്ക്ക് ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ഫുൾ എഴുതുക ABCDEFG K വരെ എഴുതുക എന്നിട്ട് അടിയിൽ സ്മോൾ ലെറ്റർ ABCD തൊട്ട് തുടങ്ങിക്കോട്ടോ എഴുതിക്കോ ഇവിടെ ഇവിടെ A നല്ല ഭംഗിയില് നല്ല ലൈനായിട്ട് എഴുതണം കേട്ടോ എന്നാ നീ അവിടെ ഇരുന്ന് എഴുതിക്കോ ഞാൻ അടിച്ചു വാരിയിട്ട് വരാ തലേന്ന് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട് ചൂട് വെച്ചാൽ മതി പിന്നെ ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രിഡ്ജിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വറുത്തെടുത്താൽ മതി കേട്ടോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഓടി വന്നേക്കാം അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ എപ്പോഴും ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവന് 2 ദിവസം മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ വലിച്ചിടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതന്നെയാണ് കാര്യമായിട്ട് ഞാൻ എന്തായാലും ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ചെറിയതായിട്ട് എന്തോ പൊടി പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു നമ്മുടെ മിക്കി മൗസ് അത് ഇതാ വീണ് കിടക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിലേ കണ്ടുള്ളൂ നേരിട്ട് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മീൻകുട്ടികൾ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ കപ്പിലിരിക്കുന്നുണ്ട് അയ്യോ ഞാനതിനെ എന്തുമാതിരിയാണ് നോക്കണത് അതിൻ്റെ ഇടയിൽ ആ കുതിര ചിലപ്പോൾ ഇങ്ങോട്ട് വീഴും അപ്പം ഞാൻ കുതിര തട്ടാത്ത രീതിക്ക് അങ്ങോട്ട് നീക്കി വെച്ചേക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ നീരപ്പനെ ABCD എഴുതാൻ വേണ്ടിയിട്ട് കാരണം അവന് Bയും Dയും തെറ്റിപ്പോണുണ്ട് അതെല്ലാ കുട്ടികൾക്കുള്ള കൺഫ്യൂഷനാണെന്നും കേട്ടു കേട്ടോ അപ്പോൾ ഡെയിലി അവനെ കൊണ്ട് ABCD ഇപ്പോൾ ഒരു K വരെ എത്തിയിട്ടുണ്ട് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അപ്പോൾ രണ്ടും കൂടെ ഡെയിലി എഴുതിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ആകെ കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്നും ഒന്നല്ലെങ്കിൽ എടുക്കണം നേരത്തോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് പിന്നെ ഇഷ്ടമാണ് കേട്ടോ എഴുതാനും പഠിക്കാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവനോട് എഴുതാൻ പറഞ്ഞപ്പോൾ ഓടി വന്ന് എഴുതി പിന്നെ
ഇപ്പോൾ 17 വരെ പഠിപ്പിച്ചു. അപ്പോൾ ആ നമ്പേഴ്സ് അതിൻ്റെ ഇടയിൽ 15, 16 എന്ന് പറയുമ്പോഴേ 16ലേക്കേ വരുള്ളൂ. 15ലേക്ക് ചില സമയത്ത് വരില്ല, ചിലപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ നമ്മൾ ABCDEFG അങ്ങനെ പറഞ്ഞ് എഴുതിപ്പിക്കണം. ഇപ്പം ഞാൻ K വരെ എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. അതേപോലെ തന്നെ 17 വരെ എഴുതാൻ പറഞ്ഞിട്ട് മറ്റത് 1, 2, 3, 4 നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് കൂടെ ഒന്ന് എഴുതിപ്പിക്കാൻ വെച്ചിട്ട്. അതേപോലെ എല്ലാം എൻ്റെ കൂടെ നിന്ന് പറഞ്ഞ് എഴുതിപ്പിക്കണില്ലല്ലോ എന്നുള്ള ഒരു ചെറിയ കംപ്ലൈൻറ്റും കുട്ടിക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയും നീയും വലുതായി വരികയാണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ വിടുക. അതിൻ്റെ ഇടയിൽ 2 അങ്ങോട്ട് തെറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടീനെ എന്താ പറയുക, എല്ലാവരും കാണുന്ന ഇതല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. അതൊക്കെ മോശമാവില്ലേ കുട്ടിക്ക്, അതുകൊണ്ടാട്ടോ. എന്നാലും 2-3 വട്ടം എഴുതി. പിന്നെ അവൻ്റെ ശരിയാവുന്നുണ്ട്, കുട്ടിക്ക് മറവിയുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ എഴുതിപ്പിച്ചില്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തൊക്കെയോ ഇടയിൽ മറന്നിട്ടുണ്ട്, അതാണ് കേട്ടോ. പിന്നെ ശരിയായി, പിന്നെ പറഞ്ഞു കൊടുത്ത് എഴുതി പഠിപ്പിച്ചു, പിന്നെ ശരിയായി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഫാനിലേക്ക് നോക്കണ്ട, ഇത് മാറാലില്ല കേട്ടോ. ഇത് എന്തോ തുരുമ്പ് പിടിച്ചേക്കണം എന്നെ കൊണ്ട്. ചേട്ടൻ ഒരു വട്ടം ഫാനൊന്ന് തുടപ്പിച്ചു, അത് ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു. അതേ പിന്നെ എൻ്റെ ഫോണിൽ ഫാനിൽ തുരുമ്പ് പിടിച്ചത് കേട്ടോ. അപ്പോൾ അതാണിത്. വേറെ പൊടി ഞാൻ ഇപ്പം അടുത്ത് തട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല. പിന്നെ ഈ ദിവാങ്കോട്ടിൻ്റെ മുകളിൽ നിന്നിട്ടെങ്കിൽ തട്ടാൻ പേടി, കാരണം പടപടയെന്നൊരു സൗണ്ട് വരുന്നുണ്ട്. കാര്യം അത് പുതിയതാണെങ്കിലും എന്തൊക്കെയോ ഒരു ഒടിയണ പോലത്തെ ഒരു സൗണ്ട്. ഞാൻ കയറി നിന്ന് ഒടിയാനുള്ളതൊന്നും ഇല്ലെങ്കിലും എന്താണ് ഈ സൗണ്ട്. അതിനെ അവിടെയൊക്കെ തട്ടി ഇറങ്ങിയ സമയത്ത് നീരവ് പറയണം ആ ബൾബൊന്ന് തുടക്കി, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തട്ടി. പിന്നെ ഇതുമ്മയ്ക്ക് നല്ലോണം പൊടി വീണുണ്ടല്ലോ, അപ്പോൾ ഒന്ന് അത് തട്ടിയിട്ട് അതും കൂടെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. ഇത് തീരുമ്പോഴേക്കും സനേഷേട്ടൻ വിളിക്കണുണ്ട്. അപ്പം ഞാൻ സനേഷേട്ടനായിട്ട് സംസാരവും കാര്യങ്ങളും ഉണ്ണിയായാലും സംസാരിക്കുന്നതായിരുന്നു കേട്ടോ. പാട്ട് ക്ലാസ്സിൽ നിങ്ങൾ കേട്ടില്ലേ അവൻ പാട്ട് പാടിയത്? അപ്പം ഞാൻ ഈ പാട്ടല്ലേ കണ്ണാൻ തുമ്പി പോരാമോ പാട്ട് പഠിപ്പിച്ച് കൊടുത്തതാ. അവൻ പോയിട്ട് പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മറ്റേ കണ്ണും കണ്ണും തമ്മിൽ ആ പാട്ടില്ലേ, അതിൻ്റെ ഇടയിലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ് കേട്ടോ ഈ 4 വരി. അപ്പോൾ ആ വരി ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. അത് അവിടെ പോയിട്ട് പാടിയപ്പോൾ ടീച്ചറും എല്ലാവരും കൂടെ ചിരിച്ച് കയ്യൊക്കെ അടിച്ചു കേട്ടോ. കാര്യം അവിടെ പോയി പാടാൻ വേണ്ടി പഠിപ്പിച്ച് കൊടുത്ത പാട്ട് ഇതല്ലെങ്കിലും ഏതെങ്കിലും പാട്ട് പാടിയില്ല, ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പാട്ട് തലയിലിരിക്കണം നല്ലതാ. പെട്ടെന്ന് ഏതെങ്കിലും 4 വരി പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എടുത്ത് പാടാലോ. എങ്കിലും ഉദ്ദേശിച്ച പാട്ട് 2 വട്ടമായിട്ട് ഇപ്പം അതല്ല. കഴിഞ്ഞോട്ടെ കിളിയെ കിളിയെ പാടി, ഇപ്രാവശ്യം ഈ പാട്ട് പാടി. ഇനി എന്നാണ് അവൻ്റെ കണ്ണാൻ തുമ്പി ഒന്ന് പാടുക. എങ്കിലും നല്ല സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്തൊന്നും പറ്റിയിടുന്നില്ല അങ്ങനെ പാട്ട് പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുന്നിലൊന്നും നിന്ന് പാടുക. പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10-30 പേരോളം ഇരിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. എത്ര പേരാ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നാലും അവരുടെ ഇടയിലൊക്കെ നിന്ന് പാടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് പാടിപ്പിച്ചു കേട്ടോ. 2-3 പേർക്ക് മാത്രമേ പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാണ്ടിരുന്നിട്ടുള്ളൂ. പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കിട്ടാണ്ടൊക്കെ അങ്ങനെ ഒരു അവസ്ഥ. അല്ലാത്തവരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ വട്ടവും പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു സനേഷാനോട്. സനേഷാനിന് എന്നിട്ട് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു കേട്ടോ. അത് ചേട്ടനെ നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞു. തുടക്കിയ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ, വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം ചോളൊക്കെ കിടന്നല്ല. നീരപ്പനും ഞാനും കൂടെ താഴെയാണല്ലോ ഇരിക്കണത്. അപ്പോൾ അവൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അവിടെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് കേട്ടോ. അതന്നെ അപ്പോൾ എന്തായാലും തുടക്കേണ്ടി വരും. എന്നാൽ അവനെ ഇതും കൂടെ കഴിഞ്ഞിട്ട് എന്ന് വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ ഈ വെട്ടിയിട്ടേക്കണ കടലാസ് കണ്ണി കണ്ടത് മുഴുവൻ ഉണ്ടാവും കേട്ടോ. ഇതൊന്നല്ല, ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് പറയാം. അതൊന്ന് രാവിലെ നേരം കിട്ടാത്തതുകൊണ്ടാ. നീ അത് കുടിക്ക്.
ഇതാണ് കേട്ടോ സാമ്പാർ. കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ സാമ്പാർ പൊടി കഴിഞ്ഞു എന്ന്. അപ്പോൾ എനിക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് മല്ലിപ്പൊടി മേടിച്ചു, സാമ്പാർ പൊടി മേടിച്ചു കേട്ടോ. അതുകൊണ്ട് അതിട്ടിട്ടുണ്ടാക്കിയത് ഈസ്റ്റേണിൻ്റെ പ്രാവശ്യം കിട്ടിയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇപ്രാവശ്യം പരിപ്പ് ഇത്തിരി കൂടുതലിട്ടു. പരിപ്പ് കൂടുതലിട്ടുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. അവനും എന്തായാലും സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചോറൊന്ന് വാർത്ത് വെച്ചു. ഇനിയിപ്പോൾ മീനും കൂടെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ, മീനും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതും കൂടെ സെറ്റാണ്. അപ്പം ഞാൻ എന്താ അത് വിരിച്ചിടാൻ പോവാ. നീരവ് ഏടെന്തോ തിരക്കിലാണ് കേട്ടോ ഉള്ളിലാ. അപ്പം ഞാൻ 2 തുണി വിരിച്ചിടുമ്പോഴേക്കും അവൻ എന്നെ വിളിക്കുന്നുണ്ട്, അമ്മയെ പറഞ്ഞ്. എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അവങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ കുറച്ച് കഴിയുമ്പോൾ ഒരു അക്ഷരമാലയുടെ ബുക്ക് ചേട്ടൻ കൊടുത്ത കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് വരുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് പഠിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ റീത്തേച്ചി വന്നിട്ടുണ്ടാണെന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഉള്ളിക്കൊന്ന് പോയി വീണ്ടും വന്നിട്ട് ഇതാ തുണികൾ, കുറേ തുണികൾ, യൂണിഫോം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ വിരിക്കണതിൻ്റെ ഇടയിൽ നീരപ്പം വന്നിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് അത് കയ്യിൽ നിന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അതിൽ മരം, പന, പറ പണ്ട് നമ്മൾ പഠിച്ചിരുന്നില്ലേ, അതന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ എന്നോടിരുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലത്തെ പിക്ചർ നോക്കിയിട്ട് നീ അത് പറഞ്ഞതാ, അമ്മയ്ക്ക് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഈ പണികളൊക്കെ ഒതുങ്ങി ചോറ് വിളമ്പി ഹോളിക്ക് ചെന്നപ്പോഴേട്ടാ നിവേദ നിൽക്കണു മിനിയാൻ്റിയുടെ അവിടെ. കുട്ടിയുടെ തലയൊക്കെ പൊട്ടിയേക്കണം. നീരവാട്ട് എന്നെ വിളിച്ച് പറയണത് ചേട്ടൻ്റെ തലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, അമ്മയെ കൈ നോക്കി. ഇപ്പോൾ കയ്യിലും ഒരുവിധം നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഞാൻ മൂവ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിൽ മുഴുവൻ പൊട്ടിയേക്കല്ലേ, പിന്നെ എങ്ങനെ പരട്ടുക? ഒടിഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു എന്തോ എക്സ്റേ എടുത്തപ്പോൾ ചതവ എന്തോ ഉണ്ട്. അത് ബാഗ് ഇട്ട് കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ നല്ല വിഷമമായിട്ടോ. ഒന്നല്ല സ്കൂൾ വിട്ട് നേരെ കൂട്ടുകാരൻ്റെ കൂടെ സൈക്കിളിൽ കളിക്കാൻ പോയതാ. പക്ഷേ ബ്രേക്ക് ഇട്ട് പിടിച്ചപ്പോൾ മുന്നിലുള്ള നേരെ തെറിച്ച് പോയി. അവൻ്റെ പല്ലൊക്കെ ഇളകി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ വീണിട്ട് ഇവൻ്റെ തലയാണ് പൊട്ടിയത്. പിന്നെ അങ്ങനെ ഒരഞ്ഞ് വീണിട്ട് അതുകൊണ്ട് കയ്യും മേലും മുഴുവൻ കെടുക്കാനൊന്നും പറ്റില്ല പറഞ്ഞു കേട്ടോ, പാവം. അപ്പം ഞാൻ ഇവനോട് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ഒന്ന് കിടന്നു നോക്കടാ, പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും 2 ദിവസത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് വേഗം പോയിക്കോടാ, പോയി കിടന്നുണങ്ങുക എന്നൊക്കെ പറഞ്ഞു. എനിക്കാകെ വിഷമമായിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികളെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവനെ വിട്ടു. ഇതേ നീരപ്പനാട്ടോ വീഡിയോ എടുത്തിരുന്നു. പാത്രം കഴുകലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മീനൊക്കെ വറുത്തല്ലോ, അതൊക്കെ ഒന്ന് തെറിച്ചതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അവന് കൈ കഴിക്കുന്നുണ്ട്, പറയുന്നുണ്ടെങ്കിൽ ട്രൈപോഡിൽ വയ്ക്കാൻ മടിയാവുമ്പോൾ നീരവനോട് 1-2 ക്ലിപ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്താടാന്ന് പറയുമ്പോൾ അവ എടുത്ത് തരണതാട്ടോ. നീരവ് ഉറങ്ങുകയാണോ? ഇങ്ങനെയാണോ ഉറങ്ങുക? ലൈറ്റ് ഓഫ് ചെയ്യണോ? കാർഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ലേ? കണ്ണടച്ച് കിടക്കട്ടോ, അമ്മ തരുന്നേ. ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോഴാട്ടോ അവിടെ ഇവിടെയൊക്കെ അവൻ്റെ ഫോൺ ഇരിക്കുന്നുണ്ട്. അവന് ഗെയിം കളിക്കാനൊക്കെ കൊടുത്ത ഫോണാട്ടോ, എൻ്റെ പഴയ ഫോണാണ് ചേട്ടാ ഈ ഫോൺ തന്നപ്പോൾ ഞാൻ അവന് കൊടുത്തതാട്ടോ. അപ്പോൾ അത് ഈ ബെഡുമ്പോൾ കുറേ നേരമായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇതേപോലെ മാറ്റി വെച്ചു. പക്ഷെ അവൻ റൂമിലേക്ക് പോകുമ്പോൾ ടേബിളും എടുത്ത് ബെഡുമ്പോൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുത്തി കുടിച്ച് പിന്നെ അവിടെ വെച്ചിട്ട് പോവുക. ഇപ്പം നോക്കിയപ്പോൾ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊന്നും ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കില്ലല്ലോ. പിന്നെ അതാ ഞാൻ വന്ന് കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്, ഇങ്ങനെ ഓട്ടന്നെയല്ലേ. എന്നാൽ പിന്നെ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ ഉറങ്ങിക്കോട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.